ആദ്യം തന്നെ പറയാം, ഇന്ത്യൻ 2 ഒരു പ്രാവശ്യം തിയേറ്ററിൽ പോയി കണ്ടതിൻ്റെ ഓർമ്മയിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പോസ്റ്റ് ചെയ്യാനാണെങ്കിൽ കൂടി ഒരു പ്രാവശ്യം കൂടി ആ അപരാധം പിടിച്ച പടം കാണാൻ വയ്യാത്തതുകൊണ്ടാണ്. ഇന്ത്യൻ പോലെ ക്ലാസ് പടമല്ലത്. ഇത് വേറെ മാതിരി എന്നും പറഞ്ഞ് ശങ്കർ ഒരു മാസ് മസാല പടമാണ് എടുത്തു തന്നത്. കമൽഹാസനാണെങ്കിൽ ഇന്ത്യൻ 2 ചെയ്തത് ഇന്ത്യൻ 3 ചെയ്യാൻ വേണ്ടിയാണെന്നാണ് പറയുന്നത്. സിദ്ധാർത്ഥനാണെങ്കിൽ ഇന്ത്യൻ 4 ആണ് ഇഷ്ടം. ശരിക്കും എത്ര പാർട്ട് ഉണ്ട് ഇത്? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ 2 ശങ്കറിന് മാത്രമാണ് ഇഷ്ടപ്പെട്ടത്. സിദ്ധാർത്ഥിന്റെ ഇൻട്രോ ഒരു പെണ്ണ് ചാടിച്ചാവുന്നു, പോലീസ് വരുന്നതും, സെന്റിമെന്റൽ സീൻസ്, സമരം, അറസ്റ്റ്, ഇതെല്ലാം കൂടി 1 മണിക്കൂർ കാണിക്കുന്ന സാധനമുണ്ട്. പക്ഷേ അത് 15 മിനിറ്റ് കൊണ്ട് കാണിച്ചു പോയി. സംഭവം കൊള്ളാലോ എന്ന് വിചാരിച്ചിരുന്നപ്പോൾ അത് കഴിഞ്ഞുള്ള 15 മിനിറ്റ് കാണിക്കാൻ 3 മണിക്കൂർ എടുത്ത്. ഇതൊക്കെ പോട്ടേന്ന് വെക്കാറുന്നു. കഥ ഒരു ഉണ്ടായിരുന്നെങ്കിൽ. ഇതൊരുമാതിരി കൈക്കൂലി വാങ്ങുന്നവരൊക്കെ സമൂഹത്തിൽ നിന്ന് ഇല്ലാതാക്കാൻ വേണ്ടി പ്രയത്നിക്കുന്ന സിദ്ധാർത്ഥ ആൻഡ് ഫ്രണ്ട്സ് ഗ്യാങ്ങിന് അതിനൊരാളുടെ സഹായം ആവശ്യമായിരുന്നു. പണ്ട് നാട് വിട്ടുപോയ ഇന്ത്യൻ താത്ത. അതിനുവേണ്ടി കംബാക്ക് ഇന്ത്യ എന്നും പറഞ്ഞ് ഹാഷ്ടാഗ് ഇട്ട് വൈറലാക്കി ഒരു സോങ് എടുക്കും. പിന്നെ കഥ എടുക്കുന്ന അങ്ങ് വിദേശത്താണ്. കാശുകാരനായ ഒരുത്തനെ ഇന്ത്യൻ താത്ത അങ്ങ് കൊന്നളയും. അത് ചുമ്മാ ഒന്നല്ല കൊല്ലണത്. പുള്ളിയുടെ മർമാണി വിദ്യയിലൂടെ പെണ്ണാക്കി മാറ്റി കത്തികൊണ്ട് കുത്തി 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 കൊല്ലും. എന്തിനാണ് പുള്ളിനെ കൊന്നതെന്ന് കൊന്ന പുള്ളിക്കും എഴുതി ശങ്കറിനും അറിയില്ല. അതിനുശേഷം എന്തിനോ വേണ്ടി ഒരു സോങ്. ശങ്കറാണല്ലോ ഡയറക്ടർ, അപ്പൊ സോങ്ങിന് ഒരു പഞ്ഞും കാണില്ല എന്നറിയാം. സിദ്ധാർത്ഥിട്ട് കംബാക്ക് ഇന്ത്യ എന്ന ഹാഷ്ടാഗ് കണ്ട് ഇന്ത്യയിലെ കൈക്കൂലി വാങ്ങി ജനങ്ങളെയും ഗവൺമെന്റിനെയും പറ്റിക്കുന്നവരെ ഇല്ലാതാക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് വേഷം മാറി ഫേക്ക് ഐഡന്റിറ്റിയിൽ ഫേക്ക് പാസ്പോർട്ടുമായി എയർപോർട്ടിനെയും ഇന്ത്യൻ ഗവൺമെന്റിനെയും പറ്റിച്ചുകൊണ്ട് തിരിച്ച് ഇന്ത്യയിലേക്ക് വരുന്ന നല്ലവനായ ഇന്ത്യൻ താത്തയാണ് ഈ പടത്തിലെ ഹീറോ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ പറ്റി അറിയാൻ എല്ലാവർക്കും താല്പര്യം കാണും. പക്ഷെ ബുക്ക് വായിച്ച് ഈ അറിവ് നേടാൻ സമയമില്ലാത്തവർക്ക് വേണ്ടി കുക്ക് എഫ് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. ഫ്രാൻസിസ് സിറ്റിക്കോര പോലെയുള്ള ത്രില്ലർ നോവലുകൾ ഇതിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ കുക്ക് എഫ് ഡൗൺലോഡ് ചെയ്താൽ 7 ദിവസത്തെ ഫ്രീ ട്രയൽ ലഭിക്കുന്നതാണ്. മ്യൂസിക്കോട് കൂടി ഒരു സിനിമ കാണുന്ന പോലെ കേട്ടിരിക്കാൻ പറ്റുന്ന ഒരുപാട് ബുക്സ് കുക്ക് എഫ് എമ്മിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇപ്പോൾ തന്നെ കുക്ക് എഫ് എം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അവിടെ വെച്ച് എയർപോർട്ടിൽ നിന്ന് നെടുമുടി വേണുവിൻ്റെ ക്യാരക്ടറിനെയും പൊക്കി വണ്ടിയിലിട്ട് കുറച്ചുമ്പോൾ പുള്ളിക്കും കൊടുക്കും ഒരു കുത്ത്. അത് ഈ കുത്ത് ഇടി കിടക്കണാരാ? ഞാൻ ചെയ്ത അടുത്തതായി ഇനി 1 മണിക്കൂർ ഇന്ത്യൻ താത്തയുടെ പ്രസംഗമാണ്. പുള്ളി പറയുന്നതും കേട്ട് വീട്ടിലിരിക്കുന്നവർ കൈക്കൂലി വാങ്ങുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി സിദ്ധാർത്ഥും ഗ്യാങ് ഇറങ്ങും. സിദ്ധാർത്ഥിൻ്റെ ഡാഡി ചോദിച്ച് ബാക്കി എല്ലാവരും കൈക്കൂലി വാങ്ങുന്നവരായിരുന്നു. പാവം സിദ്ധാർത്ഥ് ഡാഡിയെ സംശയിച്ചു. ബാക്കിയുള്ളവരെല്ലാം സിദ്ധാർത്ഥൻ്റെ ഗ്യാങ് ജയിലിൽ കൊണ്ടുപോയിടും. അതിൻ്റെ ഇടയ്ക്ക് ഇന്ത്യൻ താത്ത കുത്താൻ വേണ്ടി ഓരോ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. ഒരുത്തനെ കുതിരയാകും, വേറെ ഒരുത്തൻ്റെ വായിന്ന് വെള്ളമൊക്കെ ഒരുത്തുന്നുണ്ട്. മർമാണി എന്നും പറഞ്ഞ് വേറെന്തോ പറയാനെയാണ് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഡീസൻ്റ് ആണെന്ന് വിചാരിച്ച സിദ്ധാർത്ഥിൻ്റെ ഡാഡി കൈക്കൂലി വാങ്ങുന്നതിൽ മെയിനായിരുന്നു. കൈക്കൂലി വാങ്ങുന്നവരെ പിടിക്കാൻ നടക്കുന്നയാളും കൈക്കൂലി വാങ്ങുന്നു. ഇത് മനസ്സിലാക്കി ഇന്ത്യൻ താത്തയുടെ അനുയായിയായ സിദ്ധാർത്ഥ് നേരെ ചെന്ന് റിപ്പോർട്ട് ചെയ്യും. എന്നിട്ട് ഡാഡീനെ അകത്താക്കും. അത് കണ്ട് അമ്മ തളർന്നു വീണ് മരിക്കും. അമ്മയെ ഒരു നോക്ക് കാണാൻ ആരും സമ്മതിക്കാണ്ട് വരുമ്പോൾ കരഞ്ഞുകൊണ്ട് നടന്നു പോകുന്ന സിദ്ധാർത്ഥിൻ്റെ അടുത്തേക്ക് ഒരു ക്ലീനർ വരും. ക്ലീനറാ? ഇന്ത്യൻ താത്ത വരും. എന്നിട്ട് പുള്ളി വിഷമത്തോടെ സോറി പറയും. അപ്പോൾ തന്നെ സിദ്ധാർത്ഥ് ഫോൺ എടുത്ത് ഗോ ബാക്ക് ഇന്ത്യ എന്ന് പറഞ്ഞ ഹാഷ്ടാഗ് അങ്ങോട്ട് ഇടും. സിദ്ധാർത്ഥിനോടെ കളി. എന്തുണ്ടായിട്ട് എന്ത് കാര്യം? ലാസ്റ്റ് പോലീസ് പിടിക്കും. അപ്പോൾ പോലീസിന് ഒരു കുത്തു കൊടുത്ത് പുള്ളീനെ എടുത്ത് വണ്ടിയിലിട്ട് ഇന്ത്യൻ താത്ത എങ്ങോട്ടോ ഓടി മറയും. ഫിനിഷ്. ഇനി ഇന്ത്യൻ 3 വരുമ്പോൾ കാണണമെന്നൊന്നും ആലോചിക്കുന്നത് വളരെ നല്ലൊരു ഇതായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്.